പഠിക്കാൻ പോണത് എക്സലിലെ മറ്റൊരു ഫംഗ്ഷനാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ഒത്തിരി പേര് പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ഒത്തിരി പേര് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സൽ യൂസേഴ്സ് ഉപയോഗിക്കുന്നതുമായ ഒരു ഫംഗ്ഷനാണ് പിവോട്ട് ടേബിൾ. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം പലപ്പോഴും ഇതൊരു കോംപ്ലക്സ് സബ്ജക്റ്റ് പോലെ നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ഒട്ടും കോംപ്ലക്സ് അല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പിവോട്ട് ടേബിൾ യൂസ് ചെയ്യാം. പക്ഷെ ചോദ്യം ആദ്യം എന്തിനാണ് പിവോട്ട് ടേബിൾ എന്നുള്ളത്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോയിൽ സബ് ടോട്ടൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്ക് പഠിച്ചായിരുന്നു. അത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, പല പ്രൊഡക്റ്റുകളുള്ള ഇതുപോലത്തെ ഒരു ലിസ്റ്റിൽ നമുക്ക് സെയിൽസിൻ്റെയൊക്കെ സമ്മറി കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടു, ഈ 4 ഇഞ്ച് ബ്രിക്സ് എത്രയാണോ ഒരു വർഷത്തെ സെയിൽസ് നടന്നതെന്ന് ക്വിക്കായിട്ട് നമ്മൾ സബ് ടോട്ടൽ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഈസി ആയിട്ട് പല സമ്മറികൾ കാണാൻ പറ്റുന്ന ഒരു ടൂളാണ് പിവോട്ട് ടേബിൾ. അപ്പോൾ ഇതുപോലൊരു ലാർജ് ഡേറ്റ, ഇതിപ്പോൾ ഒരു വലിയ ഡേറ്റയാണ്, 10,000 റെക്കോർഡുണ്ട്. ഈ റെക്കോർഡിൽ നിന്ന് പല കാര്യങ്ങളും സമ്മറി ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് സെയിൽസ് പേഴ്സൺ ഉണ്ട്. അപ്പോൾ എനിക്കറിയണം ഈ 2019 എന്ന വർഷത്തിൽ ജയകുമാറിൻ്റെ ടോട്ടൽ സെയിൽസ് വാല്യൂ എത്രയാണ്, അദ്ദേഹം പെർഫോമൻസ് നല്ലപോലെ ചെയ്തോ. അതുപോലെ അടുത്ത ആൾ സന്ദീപിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു, സന്ദീപ് എത്രമാത്രം സെയിൽസ് ഈ കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇതൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഫിൽറ്റർ കൊടുത്തിട്ട് സന്ദീപിൻ്റെ മാത്രം സെലക്ട് ചെയ്ത് ഇവിടുത്തെ എമൗണ്ടുകൾ സം ചെയ്ത് ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷെ അതൊന്നും ഒരു എക്സലിൻ്റെ അഡ്വാൻസ് യൂസർ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ പിവോട്ട് ടേബിളിലൂടെ ഈ സമ്മറികളൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന ഈ എക്സൽ ഡേറ്റയെ നമ്മൾ പഠിച്ച ടേബിളാക്കി മാറ്റുക എന്നുള്ള. ഇവിടെ ഫോർമാറ്റ് ആസ് ടേബിളുണ്ട്. അപ്പോൾ ഈ ഡാറ്റയിൽ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് ആസ് ടേബിൾ കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സ്റ്റൈൽ ചൂസ് ചെയ്തു. ഈ സ്റ്റൈൽ ചൂസ് ചെയ്ത ഉടനെ തന്നെ ഇതിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്തു. ഇവിടെ ഒരു ബോർഡർ ലൈൻ ഓടുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് നോക്കാം. താഴോട്ടിങ്ങനെ പോയാൽ ഇത് കണ്ടോ, ഈ റേഞ്ച് ഫുൾ സെലക്ട് ചെയ്തത്. അപ്പം ഇങ്ങനെ ടേബിൾ ആക്കുന്നതിൻ്റെ പ്രയോജനം, പിന്നീട് ഈ ഡാറ്റയിൽ മോഡിഫിക്കേഷൻ വന്നാലും സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ആ മോഡിഫിക്കേഷനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ടേബിളാക്കി റെഫറൻസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ, മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്. യെസ്, എൻ്റെ ടേബിളിന് ഹെഡറുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സിസ്റ്റം ഈ ഡേറ്റ സെറ്റിനെ ടേബിളാക്കി. അപ്പോൾ തന്നെ നിങ്ങളിവിടെ കണ്ടോ, നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ടേബിളിന് ഒരു നെയിം വന്നിട്ടുണ്ട്, ടേബിൾ 1 എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാൻ ആ ടേബിളിൻ്റെ പേരൊന്ന് മാറ്റുവാണ്, സെയിൽസ് 2019 എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പേര് വന്നു. അപ്പോൾ ഇതാണ്. ഇനി നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ G1, G2, A2, B2 എന്നൊന്നും റെഫർ ചെയ്യേണ്ട കാര്യമില്ല. ഈ എൻ്റെ ടേബിളിനെ ഇനി റെഫർ ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്യാൻ പോണത് എന്ത് വെച്ചിട്ടായിരിക്കും, ഈ പേര് വെച്ചിട്ടായിരിക്കും, സെയിൽസ് 2019 വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനാദ്യം ഇൻസേർട്ടിലേക്ക് വരിക. നമ്മൾ ഇൻസേർട്ട് വന്നു. ഇൻസേർട്ടിൽ നിങ്ങൾ ആദ്യം കാണുന്ന സെക്ഷൻ കണ്ടോ, പിവോട്ട് ടേബിളിന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്, പിവോട്ട് ടേബിൾ. ഓക്കെ, അപ്പോൾ പിവോട്ട് ടേബിളിൻ്റെ ഒരു സെക്ഷൻ വന്നു. എന്നിട്ട് ചോദിക്കുകയാണ് പിവോട്ട് ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ടേബിളാണോ റേഞ്ച് ആണോ. നമ്മൾ ടേബിളിൻ്റെ പേര് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ പിക്ക് ചെയ്തു. നമ്മൾ കൊടുത്ത പേരാണ് സെയിൽസ് 2019. എന്നിട്ട് ചോദിക്കുകയാണ് പിവോട്ട് ടേബിൾ എവിടെ ഉണ്ടാക്കേണ്ടത്, ഈ വർക്ക്ഷീറ്റിൽ ഉണ്ടാക്കണോ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന വർക്ക്ഷീറ്റിൽ ഉണ്ടാക്കണോ, പുതിയ വർക്ക്ഷീറ്റിൽ ഉണ്ടാക്കണോ എന്നുള്ള നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പുതിയ വർക്ക്ഷീറ്റ് ഉണ്ടാക്കാം, കാരണം ഇത് ഓൾറെഡി വലിയൊരു ഡേറ്റയാണ്. അപ്പോൾ ഈ ഷീറ്റിൽ വരാതെ വേറൊരു ഷീറ്റിൽ നമുക്കുണ്ടാക്കാം. പിന്നെയുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യാണ്. നിങ്ങൾ കണ്ടു കാണും, ഒരു പുതിയ ഷീറ്റ് ഇവിടെ ഉണ്ടായി. പുതിയ ഷീറ്റ് ഉണ്ടാകുക മാത്രമല്ല, കുറേ പുതിയ സംഭവങ്ങൾ വന്നു. ഇവിടെ ഒരു സെക്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഇതൊന്ന്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഒരു സെക്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, 2. പിന്നെ ഇവിടെ കുറേ സെക്ഷൻസും പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയാണ് പുതിയതായിട്ട് വന്ന ചില സംഭവങ്ങൾ. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഈ പിവോട്ട് ടേബിൾ ഫീൽഡിൽ വന്നിട്ട് ഇവിടെ നമുക്ക് കുറേ സെക്ഷൻ വന്നിട്ടുണ്ട്, ഡേറ്റ്, ഇൻവോയ്സ്, പാർട്ടി നെയിം. ഇത് എക്സാക്ട്ലി നമ്മളുടെ ഹെഡറുകളാണ്. നമ്മൾ കൊടുത്ത ടേബിളിലെ ഹെഡറുകളാണ് ഈ പുതിയ ഷീറ്റിൽ ഫീൽഡുകളായിട്ട് വന്നേക്കുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. എനിക്കറിയണം എത്ര സെയിൽസാണ് ഓരോ സെയിൽസ് പേഴ്സണും ഈ വർഷം കൊണ്ടുവന്നതെന്ന് അറിയണം. അപ്പോൾ അതിന് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത, നമുക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ എനിക്ക് വേണ്ടത് ഓരോ സെയിൽസ് പേഴ്സണും കൊണ്ടുവന്ന സെയിൽസിൻ്റെ എമൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞ ഫീൽഡുണ്ട്.
ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ റോയിലേക്ക് ഇടുന്നു. ഇത് കണ്ടോ? അപ്പോൾ സെയിൽസ് പേഴ്സൺസ് എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് 4 സെയിൽസ് പേഴ്സൺസാണ് ഉള്ളത്. ആ സെയിൽസ് പേഴ്സൻ്റെ പേരുകൾ ഇവിടെ കിട്ടി. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വേണ്ട? റോയിൽ ഇത് വന്നു, സെയിൽസ് പേഴ്സൺ വന്നു. എനിക്ക് വേണ്ടത് അവർ കൊണ്ടുവന്ന ഈ എമൗണ്ടാണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് നേരെ കൊണ്ട് വാല്യൂസിലിട്ടാൽ ഓരോരുത്തരും കൊണ്ടുവന്ന എമൗണ്ട് ഇവിടെയുണ്ട്. ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ട് വെറും 2-3 ക്ലിക്ക് കൊണ്ട് ഓരോ സെയിൽസ് പേഴ്സണും ഈ വർഷം കൊണ്ടുവന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെയുണ്ട്. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സെയിൽസ് കൊണ്ടുവന്നേക്കുന്ന സാം ജോൺ ആണ്. 36 lakhs സെയിൽസ് കൊണ്ടുവന്നു. എന്നാൽ ഇവിടെ നോക്കിയാൽ അറിയാം ജയകുമാറാണ് ഏറ്റവും കുറഞ്ഞ സെയിൽസ് നടത്തിയേക്കുന്നത്. അറൗണ്ട് 12 lakhs സെയിൽസ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് സമ്മറി കിട്ടിയില്ലേ? ഇനി ഇത് വേണ്ട, നിങ്ങൾക്ക് വേറെ കുറച്ച് ഇൻഫർമേഷനാണ് വേണ്ടതെന്ന് വെച്ചോ. നമ്മൾ സബ് ടോട്ടൽ കണ്ടതുപോലെ നമുക്ക് ഓരോ പ്രൊഡക്റ്റും എത്രമാത്രം സെയിൽ നടന്നു എന്നും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് നോക്കുക. പ്രൊഡക്റ്റ് നെയിമിന് ഐറ്റം നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഐറ്റം നെയിമൂടെ കോളത്തിലേക്ക് എനിക്ക് വേണേൽ ഡ്രാഗ് ചെയ്തിടാം. ഇട്ട് കഴിഞ്ഞാൽ ഓരോ സെയിൽസ് പേഴ്സൺ ഉണ്ട്. ഓരോ സെയിൽസ് പേഴ്സൺ നടത്തിയ സെയിലിൻ്റെ ബ്രേക്കപ്പും ഉണ്ട്. ഡിജോ 4 ഇഞ്ചിൻ്റെ ബ്രിക്ക് ഇത്രയും നടത്തി, 6 ഇഞ്ചിൻ്റെ ബ്രിക്ക് ഇത്രയും നടത്തി, 8 ഇഞ്ചിൻ്റെ ബ്രിക്ക് ഇത്രയും നടത്തി സെയിൽ. അപ്പം ഓരോരുത്തരും നടത്തിയ സെയിൽസിൻ്റെ വിവരം ഇവിടെ കിട്ടി. അവരുടെ ടോട്ടൽ എമൗണ്ട്, നമ്മൾ മുമ്പത്തെ എമൗണ്ട് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സമ്മറി, ഡേറ്റയുടെ സമ്മറി ഈസി ആയിട്ട് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ പിവോട്ട് ടേബിൾ. ഇനി ഈ ഇൻഫർമേഷൻ ഒന്നുമല്ല എനിക്ക് വേണ്ടത്. വേറെ ടൈപ്പ് ഓഫ് സമ്മറി ആണെങ്കിൽ എനിക്ക് റിമൂവ് ചെയ്യാം. ഈ കോളവും വാല്യൂ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. വെളിയിലോട്ട് എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിക്കോളും. നമ്മളിപ്പം പിവോട്ട് ടേബിളിൻ്റെ ആദ്യ സ്റ്റേജിലേക്ക് വന്നു. ഇനി എനിക്കറിയേണ്ടത് നമ്മളുടെ പാർട്ടി, നമ്മുടെ സെയിൽസ് കസ്റ്റമേഴ്സിനെ ഞാൻ റോസിലേക്ക് ഇട്ടു. ഓക്കെ, ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം വന്നു. ഈ കസ്റ്റമേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് അറിയണമെങ്കിൽ എനിക്കിവിടെ കൊണ്ട് വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറും എത്രമാത്രം സെയിൽ തന്നു എന്നുള്ളതും അറിയാം. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട ഡേറ്റ ഏതാണെന്ന് നമ്മൾ മനസ്സിൽ കാണുക. എന്നിട്ട് നമ്മൾ ആ ഡേറ്റ വേണ്ടത് ഏത് വാല്യൂസ് ആണെന്നുള്ളത് ഇത് ഈ കോളങ്ങളിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സമ്മറി കിട്ടും. വളരെ ഈസി അല്ലേ? അപ്പോൾ പിവോട്ട് ടേബിൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളൊരു വലിയ ഡേറ്റ, നിങ്ങളുടെ കമ്പനിയിലുള്ള ഡേറ്റയോ സെയിൽസോ റവന്യൂ ഒക്കെ ഈസി ആയിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് വെറും ക്ലിക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും നിങ്ങളുടെ ബോസിനോ അല്ലെങ്കിൽ മാനേജേഴ്സിനോ അതൊക്കെ ഈസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ പിവോട്ട് ടേബിൾ വെച്ച് പറ്റും. ഇനിയും പിവോട്ട് ടേബിളിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ പിവോട്ട് ടേബിൾ വെച്ചിട്ടുള്ള കുറച്ച് ഫങ്ഷൻസോടെ പഠിക്കാൻ പോവാം. ഓക്കെ, താങ്ക് യു.